നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. തത്വം കലർന്നിതുലകാരത്തിനപ്പരിചു തത്വം നിനക്കിലൊരു ജീവത്വമുണ്ടു തവ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ. ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 63-ാം പദ്യം. ജീവബ്രഹ്മ വിചാരമാണ് പൂർണ്ണ സാക്ഷാത്കാരത്തിനുള്ള ഉത്തമ മാർഗം. വിചാരം ചെയ്യുന്നയാൾക്ക് ഉപാധിനിഷ്ഠമായ ജീവത്വം വെറും ബ്രഹ്മമാണെന്ന് അചിരേണ തെളിയും. മണിദീപം പോലെ ആത്മാവ് സമാധിയിൽ പ്രകാശിക്കുകയും ചെയ്യും. ഈ അനുഭവജ്ഞാനമാണ് ആചാര്യൻ അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. 63-ാം പദ്യം. ലത്വം കലർന്നിതിലകാരത്തിനപ്പരിച്ച് തത്വം നിനക്കിലൊരു ജീവത്വമുള്ളു തവ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമഃ. ലകാരത്തിന് ലത്വം കലർന്നത് സംസ്കൃത ഭാഷയിലെ ല എന്ന അക്ഷരത്തിന് ള എന്ന ഉച്ചാരണം വന്നു ചേർന്നു. തത്വം നിനക്കിൽ സത്യം വിചാരം ചെയ്തറിഞ്ഞാൽ തവ ഒരു ജീവത്വം പരമാത്മാവിന് വന്നു ചേർന്ന ഈ ജീവഭാവം അപ്പരിച്ച് അതുപോലെയേ കരുതാനുള്ളൂ. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ സമാധിയിൽ ജ്വലിക്കുന്ന മണിദീപം പോലെ പരമാത്മരൂപം കൈക്കൊണ്ട് ഹൃദി നിൽക്കുന്ന നാഥ ഹൃദയത്തിൽ തെളിയുന്ന അല്ലയോ ഭഗവാൻ നാരായണായ നമഃ. നാരായണനായ അങ്ങയ്ക്ക് നമസ്കാരം. സംസ്കൃത ഭാഷയിൽ ല എന്ന അക്ഷരത്തിന് ള എന്ന ഉച്ചാരണം വന്നു ചേരുന്നു. സത്യം വിചാരം ചെയ്തറിഞ്ഞാൽ പരമാത്മാവിന് വന്നു ചേർന്ന ഈ ജീവഭാവം അതുപോലെയേ കരുതാനുള്ളൂ. സമാധിയിൽ ജ്വലിക്കുന്ന മണിദീപം പോലെ പരമാത്മസ്വരൂപം കൈക്കൊണ്ട് ഹൃദയത്തിൽ തെളിയുന്ന അല്ലയോ ഭഗവൻ ഹരിനാരായണനായ അങ്ങേക്ക് നമസ്കാരം. മണിദീപം പോലെ സംസ്കൃത ഭാഷയിൽ ല എന്ന അക്ഷരത്തിനും ള എന്ന അക്ഷരത്തിനുമുള്ള വ്യത്യാസമേ ജീവാത്മാവിനും പരമാത്മാവിനും തമ്മിലുള്ളൂ. ഈ അക്ഷരങ്ങൾക്ക് ഉച്ചാരണ ഉപാധിയിൽ മാത്രമേ ഭേദമുള്ളൂ. ആലോചിച്ചാൽ അർത്ഥപ്രതീതിയിൽ ലായും ളായും ഒന്നു തന്നെ. അതുകൊണ്ടാണല്ലോ ലളയോരഭേദ എന്ന് പ്രസിദ്ധി വന്നത്. അതുപോലെ തത്വം വിചാരം ചെയ്തറിഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെ. അന്തഃകരണോപാധി മാത്രമാണ് ഭേദത്തിൻ്റെ തോന്നലിന് കാരണം. അന്തഃകരണ ഉപാധി മാത്രമാണ് ഭേദത്തിൻ്റെ തോന്നലിന് കാരണം. അന്തഃകരണോപാധിയെ യോഗപരിശീലനം കൊണ്ട് ഒഴിച്ചു മാറ്റിയാൽ ഹൃദയതലത്തിൽ ജീവാത്മാവ് തന്നെ നിശ്ചലമായി ജ്വലിച്ചു നിൽക്കുന്ന മണിദീപം പോലെ പരമാത്മരൂപം കൈക്കൊണ്ട് തെളിയുകയും ചെയ്യും. ഭഗവാൻ ഗീതയിൽ പ്രഖ്യാപിക്കുന്നത് നോക്കുക. യഥാ ദീപോന്നിവാതസ്ഥോ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യതചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. ഭഗവത്ഗീത 6:5. ചിത്തം ഉപശമിപ്പിച്ച് സമാധിയിൽ മുഴുകുന്ന യോഗിക്ക് കാറ്റില്ലാത്തിടത്ത് കത്തുന്ന ദീപമെന്ന പോലെ നിശ്ചലമായി ആത്മാവ് പ്രകാശിക്കുന്നു. നിവാത ദീപത്തിനു പകരം ആചാര്യൻ പൊന്മണി വിളക്കെന്ന് കൽപ്പിച്ചത് അത്യന്തം ഉചിതമായിട്ടുണ്ടെന്ന് കാണേണ്ടതാണ്. പൊന്മണി വിളക്ക് നിശ്ചലമാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ലളയോരഭേദം ലീലാതിലകം പോലെ ജീവാത്മ പരമാത്മ ഐക്യം അനുഭവിച്ചറിയേണ്ടതാണെന്ന് താൽപ്പര്യം. ആത്മതത്വം
തെളിച്ചെടുക്കാനുള്ള ഉപായമാണ് മന്ത്രസാധന. ധ്വനിമയങ്ങളായ മന്ത്രങ്ങളെല്ലാം ബോധവസ്തുവിൽ നിന്നും രൂപം കൊള്ളുന്നവയാണെന്ന് 45-ാം പദ്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നാം പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. ആചാര്യൻ തൻ്റെ കീർത്തനത്തിൽ ആവർത്തിക്കുന്നത് നാരായണായ നമഃ എന്ന മന്ത്രമാണ്. ഈ മന്ത്രം സപ്താക്ഷരിയാണ്. അതും ഈ പരമാത്മാവിൽ നിന്നും രൂപം കൊള്ളുന്ന മന്ത്രമാണെന്നും ഇതിനെ അവലംബിച്ചാലും പരമാത്മാവിൻ്റെ പൊരുൾ അറിയാറാകുമെന്നുമാണ് അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. നാരായണായ നമഃ എന്ന മന്ത്രമാണ്. ഈ മന്ത്രം സപ്താക്ഷരിയാണ്. ഇതും ആ പരമാത്മാവിൽ നിന്നും രൂപം കൊള്ളുന്ന മന്ത്രമാണെന്നും ഇതിനെ അവലംബിച്ചാലും പരമാത്മാവിൻ്റെ പൊരുൾ അറിയാറാകുമെന്നുമാണ് അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ. നാരായണ